നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേണ്ടി എൻ്റെ മനസ്സിൽ കുറെ ദിവസങ്ങളായിട്ട് പലയിടങ്ങളിലും ഞാൻ ഷെയർ ചെയ്ത് വരുന്ന ഒരു തീമാണിത്. അതിനെ ഒന്ന് ആ തീമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ജനറൽ ഒബ്സർവേഷൻ എന്ന് വേണം. I don't know whether you have come across comments like this where people say we don't know what is happening to our youths, we don't know what is happening to our younger generation. They are no more interested about church. They are no more interested about church related activities. Ipam Zoom vannu, they are happy that they don't need to go to the church. Angane oru deterioration varunathu pole, especially Zoom inde ee oru time varunnathinu mumba, when I used to go to different churches, pala pastors um parayunnadayi, pala youth leaders um parayunnadayi njan ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. What is happening to our next generation? എന്തു പറ്റി? Pentecostal movement ഒരു 100 years കഴിഞ്ഞപ്പോ no more excitement, no more passion, zeal. എല്ലാവരും ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്താൽ അതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടരായി മാറി. ഞാൻ ഈ പ്രത്യേക കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാന ഇഷ്യൂ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, let us read 2 Corinthians 11 verse 3 and we will start from there. 2 Corinthians 11 verse 3. ബൈബിൾ ഉള്ള എല്ലാവരും ആ ഭാഗത്തേക്ക് ഒന്ന് തിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പൗലോസ് പറയുന്നത്, but I'm afraid that just as Eve was deceived by the serpent's cunning, your minds may somehow be led astray from your sincere and pure devotion to Christ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. ഈ ചേർച്ചിനെ പറ്റി, കൊരിന്ത്യൻ ചേർച്ചിനെ പറ്റി നമ്മൾ നോക്കിയാൽ, പെൻഡകോസ്റ്റൽ മൂവ്മെന്റ്, അസംബ്ലീസ് ഓഫ് ഗോഡോ, IPCO, ചർച്ച് ഓഫ് ഗോഡോ, നമ്മുടെ ചേർച്ചസിൽ എംഫസിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിന്ന ഒരു ചേർച്ചാണിത്. 1 Corinthians 1 verse 6 and 7 ലൊക്കെ പറയുന്നത്, they are enriched in every way, especially word of Godൽ വളരെയധികം ആഴമായ ഇൻസൈറ്റ്സ് ഉള്ളവർ, 1.5 വർഷത്തോളം പൗലോസ് അവരെ വചനം പഠിപ്പിച്ചവർ. ഇനി കൃപാവരങ്ങളുടെ കാര്യം പറഞ്ഞാൽ, നമ്മുടെയൊക്കെ പലപ്പോഴും ചർച്ചസിലെ പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലോർഡ് fill us with a fresh portion of your spirit. There are many people who don't speak in other tongues. പക്ഷേ കൊരിന്ത്യൻ ചർച്ചിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, it is not that people are not speaking in other tongues. There is no order in the church. There are people who speak in other tongues in the public. There are people who speak prophecy എല്ലാം ഒരേ സമയത്ത് പലരും എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊരിന്ത്യൻ ചർച്ചിൽ പോയായിരുന്നെങ്കിൽ, ആ കൊരിന്ത്യൻ ചർച്ചിൽ ഒരു ഫ്രൈഡേ അറ്റൻഡ് ചെയ്തായിരുന്നെങ്കിൽ, നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, wow, I have not been a church like this. Look at their worship. Look at the way that worship leader led that worship session. അത് കഴിഞ്ഞ് preaching വന്നപ്പോഴോ, it is anointed preaching. എല്ലാവരും പൈസ കൊടുക്കുന്നു. There's a lot of revival there. പക്ഷേ ഈ പയനിയറായ പൗലോസ് പറയുന്നു, I am really afraid, even when you have this good grasp of God's word, even when you are filled with the Holy Spirit and prophecy and gifts of healing, all that, I am afraid that just as serpent deceived Eve, പ്രശ്നം എന്നുള്ളത് നമ്മുടെ ആ പ്യൂർ ആൻഡ് സിൻസിയർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് നഷ്ടപ്പെടുമോ എന്ന് പൗലോസ് ചിന്തിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡിറ്റീരിയറേഷന്റെ ഒരു വലിയ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ അറിയാതെ, വിതൗട്ട് ഈവൻ വി റിയലൈസിങ്, ഞാൻ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് അത് പറയാതെ, ഐ ആം ഗോയിങ് ടു ലീവ് ഇറ്റ് വിത്ത് യു, നമ്മൾ കേട്ട ഗോസ്പലിന്റെ തന്നെ പ്രശ്നമാണോ ഇന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഐ മീൻ ബൈ ദാറ്റ്. ഡിഡ് വി ഹിയർ ദ റൈറ്റ് ഗോസ്പൽ? Did we believe in the right gospel? If we would have believed in the right gospel and trust the right gospel, then we would not have seen such a deterioration in our churches, especially in our next generation, as we see today. എന്നാ ഞാൻ കരുതുന്നു, മനസ്സിലാക്കുന്നു. കാരണം ഞാൻ ആ ഗോസ്പലിനെ തൊടുമ്പോൾ, ദൈവവചനം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും, I know a couple of verses would have already flashed in your mind. One of the biggest trouble that early church faced was not persecution. It was not that they didn't have space to sit.
It was another gospel preached from the church pulpits. Galatians chapter 1:6 പൗലോസ് പറയുന്നത്, I am astonished that you are so quickly deserting the one who called you and you are turning to another gospel. വേറൊരു സുവിശേഷം. നമ്മൾ പലപ്പോഴും അത് കേൾക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്താ ഈ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ? വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചസിലൊന്നും കേൾക്കാതെ വേറെ ആരും എവിടോ TV സൂമിലോ വല്ല ഇരുന്ന് പറയും. നോ. പൗലോസ് പറയുന്നത് Galatian church is pioneered by Paul, but after he left the church there is another group of people coming and preaching another gospel. കൊരിന്ത്യൻ ചർച്ചിലും അതേ ഇഷ്യൂ ആയി. If you look at the next verse, നമ്മുടെ കുറിവാക്യം 2 Corinthians 11:3 ആണ്. 4-ൽ വായിച്ചാൽ, look at verse 4. For if someone comes to you and preaches a Jesus other than the Jesus we preached, another Jesus ഉണ്ടെന്നോ? അതല്ലേ ആ വാക്ക് പറയുന്നത്, another Jesus. അത് കഴിഞ്ഞിട്ട് പറയുന്നു, or if you receive a different spirit from the spirit you received, or a different gospel. പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ നിഷ്പക്ഷമായി പെന്റക്കോസ്റ്റൽ ചർച്ചസിൽ ഒരു തേർഡ് ജനറേഷനായി വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ, when I look at our churches, when I look at most of the preachings that are going on, what is our main emphasis in the preaching എന്ന് നോക്കിയാൽ അറിയാം, are we hearing right gospel or are we hearing another gospel? ഒരു പക്ഷെങ്കിൽ ഇതായിരിക്കാം the root issue why people are not interested in church related things anymore. ഇവിടെ പറയുന്ന ആ പ്യൂർ ആൻഡ് സിൻസിയർ ഡിവോഷനിൽ നിന്ന് മാറ്റുന്നതാണ് another gospel എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേഴ്സ് 3-ൽ പൗലോസ് പറയുന്നു, I am afraid that as serpent deceived Eve, your sincere and pure devotion, അത് നഷ്ടപ്പെടുത്തുന്ന വേറൊരു ടൈപ്പ് ഓഫ് പ്രീച്ചിങ് ചർച്ചിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, you are not excited about Jesus, you are not excited about his lordship, you are only excited about what I will get if I pray. I am willing to take baptism, but what will I get? How will my future looks like? പ്രിയ ദൈവമക്കളെ, ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതും ഞാൻ തിരിച്ചറിയേണ്ടതും, ദൈവവചനത്തിന്റെ റൈറ്റ് ഫ്രം ജെനസിസ്, there is another gospel proclaimed. നമ്മൾ അത് ആദ്യം കാണുന്നത് എവിടാന്നറിയാമോ? ജെനസിസ് ചാപ്റ്റർ 3-ലാണ് നമ്മൾ അത് ആദ്യം കാണുന്നത്. സെർപെന്റ് വന്ന് പറയുന്നത്, ഈവിനോട് പറയുന്നത് എന്താ? ഒരു നിമിഷം നിങ്ങൾക്ക് ജെനസിസ് 3-ലേക്ക് ഒന്ന് തിരിക്കാമെങ്കിൽ തിരിക്കൂ. കാരണം പൗലോസ് പറയുന്നത്, just as Eve was deceived by the serpent, നിങ്ങൾക്ക് പറ്റല്ലേ, വേറൊരു ഗോസ്പൽ ഉണ്ട്. അപ്പം ഈവ് എങ്ങനെ സെർപെന്റിന്റെ ആ ഒരു ഇതിൽ ഡിസീവ്ഡ് ആയത്? ലുക്ക് അറ്റ് ചാപ്റ്റർ 3 and verse 5. verse 4 വായിക്കാം ആദ്യം. You will not certainly die. ഇതൊരു ഗുഡ് ന്യൂസ് അല്ലേ? Of course this is gospel. ഗോസ്പലിന്റെ വേർഡിന്റെ മീനിങ് പറഞ്ഞാൽ ഒരു നല്ല വർത്തമാനമാണ്. ഇതൊരു നല്ല വർത്തമാനമാണ്. സെർപെന്റ് പറയുന്ന ഒരു നല്ല വർത്തമാനമാണ്. You will not die. എന്നിട്ട് എന്തോ പറ്റും? For God knows that when you eat from it, your eyes will be opened. ഇത് ഗുഡ് ന്യൂസ് അല്ലേ? Of course it is good news. അല്ലേ? Your eyes will be opened. എന്നിട്ട് എന്തോ പറ്റും? You will be like God. ആദ്യമായി another gospel കാണുന്നത് ഇവിടെയാണ്. ഇതിനെ പോപ്പുലർലി വിളിക്കുന്നത് ദിസ് ഇസ് ഡെവിൾസ് ഗോസ്പൽ. എന്താ ഡെവിൾസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇറ്റ് ഈസ് മാൻ സെന്റേർഡ്. വാട്ട് ഐ ക്യാൻ അക്കംപ്ലിഷ് ഇൻ ലൈഫ്. എന്റെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്തിൽ പോവും, അവർ ഏത് ജോലി ചെയ്യും, അതിനുവേണ്ടി യേശു എന്നെ സഹായിക്കുന്നു. ദ ഹോൾ ഫോക്കസ് ഈസ് ഓൺ വാട്ട് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്പിരിച്വാലിറ്റി ദാറ്റ് ഐ എക്സംപ്ലിഫൈ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു പക്ഷേ നമ്മുടെ ജനറേഷൻ, ഇന്നത്തെ യൂത്ത്സിന്, എന്റെ സമപ്രായക്കാർക്കും എന്നെക്കാട്ടിൽ യങ്ങർ ആയിട്ടുള്ളവർക്കും ഒരുപക്ഷെ they are no more excited about church related things because എല്ലാം ഉണ്ടല്ലോ, ഇനി എന്തിന് യേശുവിനെ വേണം? ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്, ആവശ്യത്തിന് ഭക്ഷണത്തിനുള്ള കാര്യമുണ്ട്, പഠിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചാൽ അവർക്ക് പഠിക്കാൻ ഒക്കും. Then what is the role of church? ആദ്യ കാലയളവിൽ, പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ആദ്യ കാലയളവിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും കൊരിന്ത്യൻ ചർച്ചിനെ പോലെ
They met Jesus at the point of their need. ഒരു ഫെൽറ്റ് നീഡിന്റെ പോയിന്റിലാണ് അവർ യേശുവിനെ കണ്ടത്. അത് തെറ്റല്ല, കാരണം യേശു തന്നെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഹെൽതി ഹു നീഡ് ദ ഡോക്ടർ, ഇറ്റ് ഈസ് ദ സിക്ക്. പക്ഷെ ഇന്ന് വന്നപ്പം ഓൾ ആർ ഹെൽതി, വി ആർ ഓൾ ഡൂയിങ് വെൽ. പ്രത്യേകമായി ദൈവത്തോട് അടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നും പ്രാർത്ഥനാ വിഷയമുള്ളവരാ. കുറച്ചുകൂടെ സമയം പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രസംഗത്തിനോ. അടിസ്ഥാനപരമായി ഐ തിങ്ക് ദ റൂട്ട് ഇഷ്യൂ ഈസ് വി സ്ട്രെസ്ഡ് another aspect which is not supposed to be stressed too much in the churches. അതെന്താണെന്ന് ചോദിച്ചാൽ മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം, അതായിരിക്കണം ഫോക്കസ്. അതോടുകൂടി ഈ ലോകത്തിൽ വല്ലതും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോ. അങ്ങനെയാ മെറ്റീരിയലിസത്തിന്റെ ഫോക്കസ് വരേണ്ടത്, നീഡിനെ മീറ്റ് ചെയ്യുന്ന യേശു. പക്ഷേ ഫുള്ളായിട്ട് വേറൊരു ദിശയിലേക്ക് തിരിഞ്ഞതുപോലെ. ഞാൻ എക്സാമ്പിൾസ് പറയാം, അപ്പൊ കുറച്ചുകൂടെ അത് ക്ലിയർ ആവും നിങ്ങൾക്ക് ഞാൻ എന്താ പറയാൻ അർത്ഥമാക്കുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ. ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 പ്രോമിസ് വേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രോമിസ് വേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ എടുത്ത വാക്യം തിരിച്ചിട്ടിട്ട് പിന്നെ എടുക്കുന്നത്, കാരണം അവർക്കത് സന്തോഷമായില്ല. അപ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെടുക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്കൂടെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരവിടെ പ്രസന്റ് അല്ല, അപ്പം ഒരു മോട്ടിവേഷൻ പോലെ. അത് പ്രോമിസ് വേഴ്സ് ഉണ്ടാക്കുന്നവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ടൈം എടുത്ത്. പിന്നെ ഇപ്പൊ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന OM-ലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടുമെന്നാണ്. ഈ 66 പുസ്തകത്തിലെ നല്ല കേൾക്കാൻ ഇഷ്ടമുള്ള നെക്സ്റ്റ് ഇയർ ഐ സീ ആൻ ഓപ്പൺ ഡോർ, അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ, യു ആർ ഗോയിങ് ടു ബി ഹെഡ് നോട്ട് ദ ടെയിൽ, എല്ലാം പ്രോമിസ് വേഴ്സസ് ആയി നമ്മൾ അടർത്തിയെടുക്കുന്ന ഇഷ്ടപ്പെട്ട സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങൾ. ഇതുപോലെ ഒരു കാര്യമാണ് ഈ ഡെയിലി മന്ന എന്നുള്ള കാര്യവും. പല ഡെയിലി മന്നായി വായിച്ചാലും എന്താന്ന് ചോദിച്ചാൽ സംതിങ് ദാറ്റ് മോട്ടിവേറ്റ്സ് മീ, സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ നോക്കുമ്പോൾ ഈ എക്സൈറ്റ്മെന്റും മോട്ടിവേഷനും ഒക്കെ ബൈബിളിൽ മാത്രമല്ല, പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ബുക്ക് വായിച്ചാൽ മതി, ന്യൂ ഏജ് മൂവ്മെന്റ്സിന്റെ ബുക്ക് വായിച്ചാൽ മതി, ഇതിനെക്കാട്ടി ഇൻസ്പയറിംഗ് സ്റ്റോറീസ് കിട്ടും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിനെ ഉപയോഗിച്ചത് തന്നെ we want to motivate people, give hope. അടുത്ത വർഷം is going to be a better year. 2020 ഇതാണ് ഇത്രയും പ്രശ്നമായി. ഈ കഴിഞ്ഞ ഡിസംബർ 31 നമ്മൾ പലരും പ്രോമിസ് വേഴ്സ് എടുത്തവരായിരിക്കാം, പക്ഷെ തിങ്സ് വെന്റ് വെരി ഫ്രം ബാഡ് ടു വേഴ്സ്. പക്ഷെ അടുത്തതും ഇനി ഡിസംബർ 3 സം മോട്ടിവേഷൻ, സം റേ ഓഫ് ഹോപ്പ്. ഇങ്ങനെ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രം യേശുവിന്റെ അടുക്കൽ വരുന്നു. പ്രസംഗം കേൾക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു ഒരാള്, അത് എനിക്ക് വളരെ താല്പര്യപ്പെട്ടു. ഇഫ് ദ സീ കുഡിന്റ് സ്റ്റോപ്പ് മോസസ്, ചെങ്കടലിന് മോശയെ എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് എ വാൾ കുഡിന്റ് സ്റ്റോപ്പ് ജോഷുവ, ഇഫ് എ ജയന്റ് കുഡിന്റ് സ്റ്റോപ്പ് ഡേവിഡ്, then nothing can stop you from doing God's will. എങ്ങനെയുണ്ട് അത് കേൾക്കുമ്പോ? നിങ്ങൾ ആരും ഹല്ലേലൂയ സ്തോത്രമോ കൈയടിക്കുകയോ ഒന്നും ചെയ്തില്ല, പക്ഷെ ഈ പറയുന്ന ആ പോസ്റ്റിൽ എല്ലായിടവും തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. ആരോ ഈ പറയുന്ന റൈറ്റ് ഗോസ്പൽ എംഫസിസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആള് പറഞ്ഞിരിക്കുക, ഇഫ് ദ സീ കുഡിന്റ് സ്റ്റോപ്പ് മോസസ് എന്നുള്ളത് വെട്ടിയിട്ട് പറയാ ഗോഡ്. എംഫസിസ് ഇരിക്കേണ്ടത് ഗോഡ്. ഇഫ് ദ സീ കുഡിന്റ് സ്റ്റോപ്പ് ഗോഡ്, ഇഫ് ദ വാൾ കുഡിന്റ് സ്റ്റോപ്പ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, മാൻ സെന്റേർഡ് ഗോസ്പൽ വേഴ്സസ് ഗോഡ് സെന്റേർഡ് ഗോസ്പലിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പൗലോസ് പറയുന്നത് ഈ മാൻ സെന്റേർഡ് ഗോസ്പൽ വരുമ്പോ പ്യൂർ ആൻഡ് സിൻസിയർ ഡിവോഷൻ യേശുവിൽ നിന്ന് പോവുക. യേശുവിനെ എനിക്ക് വേണ്ടിയത് ഇപ്പൊ എന്റെ കാര്യത്തിന് വേണ്ടിയാ വേണ്ടിയത്. അതിനിഷ്ടമുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനിഷ്ടമുള്ള പ്രസംഗങ്ങൾ. ഇനി പ്രസംഗം കേൾക്കുന്നതിൽ ഒരു 10-ൽ ഒരു 7 പ്രസംഗവും പഴയ നിയമത്തെ ആസ്പദമാക്കി, ഏതെങ്കിലും സംഭവങ്ങൾ ആസ്പദമാക്കി, യേശുവിനെ അല്ല പലപ്പോഴും ഈ കേൾക്കുന്നത് പുൾപിറ്റിൽ നിന്ന്. പൗലോസ് പറയുന്നത് പഴയ നിയമത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ വി ആർ സീയിങ് ജീസസ് ദേർ. പൗലോസും മറ്റുള്ള അപ്പോസ്തലന്മാരും യേശു തന്നെ പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 24 പറയുന്നത് ഈ മോശയും പ്രവാചകന്മാരും എല്ലാം എന്നെ കുറിച്ചാ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5 യേശു പറയുന്നത്, പരീശന്മാരെ നിങ്ങൾ പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ എന്നെ നോക്കുന്നില്ല. ഫോക്കസ് എന്നിലല്ല, നിങ്ങളിൽ തന്നെയാ ഫോക്കസ് ചെയ്യുന്നത്. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയിൽ നിങ്ങൾ കാണുന്നത്
ഗോലിയാത്ത് എന്നായി നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ക്ലാസ് റൂമിലെ ടീച്ചർ, ഇൻവിജിലേറ്ററിനെ കാണുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ടീം ലീഡറിനെ കാണുന്നു. ആ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താൻ ദൈവശക്തി നിന്റെ മേൽ. ഇതല്ലേ എനിക്ക് എന്ത് ഈ ലോകത്തിലാകാം? എനിക്കൊരു ബെറ്റർ ജോബ്, എനിക്കൊരു ബിഗർ ഹൗസ്, എനിക്കൊരു ബെറ്റർ കാർ. ഇതല്ലേ എനിക്ക് എന്നെ ഫോക്കസ് ചെയ്ത. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഗോസ്പൽ പ്രീച്ച് ചെയ്തുകൊണ്ട് 50-60 ഇയേഴ്സ് കഴിഞ്ഞപ്പം യങ്സ്റ്റേഴ്സ് പറയുക, why I need to come to church? Because I have everything what I want. മോട്ടിവേഷൻ എനിക്ക് വേണ്ടിയെങ്കിൽ I know where to get motivation, better stuff. ഞാൻ പറയട്ടെ, ഞാൻ ആയിരിക്കുന്ന അയിരൂരിൽ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ചെറുപ്പകാലത്ത് ഒരു യൂത്ത് മീറ്റിംഗ് നടന്നത് ഞാൻ ഓർക്കുന്നു. ആ യൂത്ത് മീറ്റിംഗിൽ ഒരാൾ വന്ന് ഒരു ആക്ടിവിറ്റി ചെയ്തത് ഞാൻ ഓർക്കുന്നു. ആക്ടിവിറ്റി ചെയ്തത് ഇങ്ങനെയാ, John 3:16 ഞങ്ങളെ കൊണ്ട് എല്ലാം കാണാൻ പറയിപ്പിച്ചു. For God so loved the world that he gave his only begotten son. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, now take off world മാറ്റിയിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാമോ? That was very interesting activity. ഞങ്ങളെ കൊണ്ട് എല്ലാം പറഞ്ഞു, put your name there. For God so loved Joe that he gave his only. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, wow, what a way to personalize that verse. പക്ഷെ ഇന്ന് ഞാൻ പുറമോട്ട് നോക്കുമ്പം I would never do that again. എന്താന്ന് ചോദിച്ചാൽ ഈ റീഡിങ് ആ പ്രശ്നമായി പോയത്. ഏത് റീഡിംഗ് എന്ന് അറിയാമോ? ഇൻട്രസ്റ്റിംഗ് ആക്കുക, എന്നിലേക്ക് ഫോക്കസ് ആക്കുക. For God so loved Joe. എനിക്ക് വേണ്ടി എല്ലാം തരാൻ. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്റെ മനസ്സിൽ കാണുന്ന യേശു ഇങ്ങനെ നിൽക്കുക. What can I do for you, Joe, today? Please tell me. അപ്പൊ പറയുന്നത്, ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണേ. ഓക്കെ. ആഫ്റ്റർനൂണിൽ what can I do for you, Joe? വേൾഡിനെയാണ് സ്നേഹിച്ചത്, എന്നെ വേൾഡിനെ റീച്ച് ചെയ്യാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു. അതാണ് സത്യസുവിശേഷം. എന്റെ കണ്ണ് പ്യൂർ ആൻഡ് സിൻസിയർ ഡിവോഷൻ യേശുവിൽ നിന്ന് മാറ്റാതിരിക്കുമ്പോ എന്നിലൂടെ ദൈവത്തിനൊരു വലിയ പ്രവൃത്തി ഉണ്ടാകുന്നു. ഗോഡ് സെന്റേർഡ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ വി ആർ കമ്മിങ് അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ആൻഡ് ഗോഡ് ഈസ് വാണ്ടിങ് ടു അക്കംപ്ലിഷ് ഹിസ് പ്ലാൻസ് ത്രൂ യു, ത്രൂ മീ. ഇറ്റ് ഈസ് നോട്ട് ഫോർ മൈ ബെനിഫിറ്റ് അലോൺ. ഇത് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. അതുകൊണ്ട് ലൂക്കോസിൽ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി 2 ക്യാരക്ടേഴ്സിനെ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ മാൻ സെന്റേർഡ് വേഴ്സസ് ഗോഡ് സെന്റേർഡ് ഗോസ്പല് എങ്ങനെയാ തിരുവചനത്തിലൂടെ നല്ലവണ്ണം നമുക്ക് കാണാൻ കഴിയുന്നത്? പത്രോസും പൗലോസും ആണല്ലോ ഈ പുതിയ നിയമത്തിലെ ലീഡിങ് ക്യാരക്ടേഴ്സ്. അവരുടെ ജീവിതത്തിൽ നിന്ന് വേഗത്തിൽ ഒന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് NIV-യിലെ ടൈറ്റിൽ എന്താണ്? ഞാൻ ഒരു നിമിഷം ഒന്ന് നോക്കട്ടെ. ജീസസ് കോൾസ് ഹിസ് ഫസ്റ്റ് ഡിസൈപ്പിൾസ്. അവിടെ കാണുന്നത് ശൂന്യമായ പടക്, പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ യേശു അവിടെ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ചാപ്റ്റർ 5:1-11 ഉള്ളത് ഒരു പെരിക്കോപ്പെ, ഒരു സ്റ്റോറിയായി. സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രസംഗം 5:1 മുതൽ 11 വരെ കേട്ടാൽ എന്തായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്? ഞാനൊരു 2 ടൈറ്റിൽ പറയാം, ഈ സംഭവത്തിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ള 2 ടൈറ്റിൽ. ഒന്ന്, ശൂന്യമായ പടകിനെ നിറയ്ക്കുന്ന യേശു. ഫോക്കസ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആ സന്ദേശത്തിന്റെ ഫോക്കസ് എവിടെ ഇരിക്കുന്നത്? ഇറ്റ്സ് ഓൺ മീ. എന്റെ ശൂന്യമായ പടക് നിറയ്ക്കുന്ന യേശു. രണ്ടാമത്തെ ഒരു ടൈറ്റിൽ ഞാൻ പറയാം. അതിനകത്തുനിന്ന് കുറച്ചുകൂടെ സ്പിരിച്വലായ കാഴ്ചപ്പാടുള്ളവർ പറയും ശൂന്യമായ പടക് നിറയ്ക്കുന്ന യേശു വേണ്ട, അനുസരിച്ചാൽ അനുഗ്രഹം തരുന്ന യേശു. അപ്പൊ പറയും 4 ഒക്കെ വെച്ച് പറയും. Verse 4, put out into deep water, let down the nets for a catch. And Simon Peter തിരിച്ചു പറഞ്ഞു, Master, we have worked hard all night, haven't caught anything, but because you say so. Obedience ആയിരുന്നാൽ. അപ്പൊ നമ്മൾ പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുസരിച്ചാൽ, ശ്രദ്ധിക്കണം, നിങ്ങൾ അനുസരിച്ചാൽ, ഇഫ് യു കീപ് ഫാസ്റ്റിംഗ് പ്രയറിനെല്ലാം കടന്നു വന്നാൽ, സൂം മീറ്റിങ്ങിനെല്ലാം കടന്നു വന്നാൽ, പത്രോസിനെ പോലെ അനുസരിച്ചാൽ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വല എല്ലാം നിറഞ്ഞ് പൊട്ടാറായി അങ്ങനെ ഒരു അബണ്ടൻസ് വരും. എന്താണെന്നറിയാമോ ഇങ്ങനെയുള്ള എംഫസിന്റെ പ്രശ്നം? ഇവിടെ സിൻസിയർ ആൻഡ് പ്യൂർ ഡിവോഷൻ യേശുവിങ്കൽ നിന്നും നഷ്ടപ്പെട്ട് എന്നിലേക്ക് വരും. ഈ ലൂക്കോസിന്റെ സുവിശേഷം 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ
യഥാർത്ഥ സ്ട്രെസ് എവിടെ ഇരിക്കുന്നത്? അതിന്റെ മെയിൻ പോയിന്റ് എന്താ? എന്തായിരുന്നു നമ്മൾ പ്രസംഗിക്കേണ്ടത്? എങ്ങനെയാ ഈ കാർണാലിറ്റി സഭയ്ക്കകത്ത് വന്നത്? മുഴുവൻ എന്റെ ബെനിഫിറ്റ് തെരഞ്ഞെടുത്ത വാക്യങ്ങളിൽ നിന്നുള്ള പ്രസംഗം. വാസ്തവത്തിൽ ഞാൻ ഓർക്കുകയാ, ഇവിടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഈ പത്രോസിന്റെ വല നിറയാറായ ആ ഒരു അനുഭവത്തിൽ, ഇഫ് യു വെയർ വിറ്റ്നസിങ് ദാറ്റ്, നെറ്റ് സ്റ്റെയറിംഗ്, ബോട്ട് സിങ്കിങ്, വലിയ അബണ്ടൻസ് ആണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞേനെ യേശുവിനോട്? നാച്ചുറലി ഞാൻ പറയാൻ പോകുന്നത്, യേശുവേ നാളെയും വരണമേ, നാളെയും വരണം. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കുറച്ച് സംശയമൊക്കെ ചോദിച്ചു, പക്ഷെ ഇനി മുതൽ ഐ വിൽ നെവർ ക്വസ്റ്റ്യൻ യു. എനിക്ക് മനസ്സിലായി അങ്ങ് ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായി. നാളെയും കൂടെ വന്നാൽ, ഇപ്പം ഇന്ന് ഒരു പുൾപിറ്റിന് എന്റെ ആ മീൻ മണമുള്ള ആ ഒരു പടക ഞാൻ തന്നത്, പക്ഷെ നാളെ വന്നാൽ ഒരു പ്രത്യേക പുൾപിറ്റ് അങ്ങയ്ക്ക് വേണ്ടി പണിയുന്നതായിരിക്കും. എനിക്കിനിയും കിട്ടാൻ പോകുന്നതിന്റെ എല്ലാം 50% ഞാൻ അങ്ങയ്ക്ക് തരും. നമുക്കൊരു ഡീലിലേക്ക് വരാം. യേശുവിന് ഈ മിറാക്കുലസ് ഇതുണ്ട്, അതെനിക്ക് തന്നോണ്ടേ ഇരിക്കെ. നാളെയും വാ, എനിക്ക് കുറച്ചുകൂടെ വല വാങ്ങിക്കാം. അപ്പം ഇന്ന് ഇപ്പൊ യേശു ഇതെല്ലാം കൂടെ തന്നപ്പം എനിക്ക് അപ്പുറത്തെ ആളിന്റെ സഹായം വേണ്ടി വന്നില്ലേ? അപ്പുറത്തെ ആളിന്റെ ബോട്ടൂടെ വാങ്ങിക്കേണ്ട വന്നില്ലേ? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പുറത്തെ ആളിന്റെ ബോട്ടിന്റെയും കൂടെ സഹായം നിനക്ക് വേണ്ടി വന്നു. നാളെ അത് വരത്തില്ല. നിനക്ക് തന്നെ ബോട്ടുകൾ പെരുപ്പിക്കുന്ന യേശു. എങ്ങനെയുണ്ട് സന്ദേശം? എങ്ങനെയുണ്ട് കേൾക്കുമ്പോ? നമ്മൾ വാട്ട് ആൻ ഇൻസൈറ്റ്. ശരിയാ, അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഒതുങ്ങുന്നില്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വിളിക്കുന്നു. നാളെയും കൂടെ വാ. ഈ ബോട്ടുകളെല്ലാം വാങ്ങിച്ച്, കുറെ കൂടെ വലകൾ വാങ്ങിച്ച്, യേശു കർത്താവിന് വേണ്ടി എന്റെ ഒരു 50% കൊടുത്ത്, പുൾപിറ്റ് ഈ വള്ളമോ ബോട്ടോ ഒന്നും ആക്കണ്ട, ഞാൻ ഈട്ടി തടിയുടെ തന്നെ പണിഞ്ഞേക്കാം. ഇതാ ഈ കേൾക്കുന്ന കാര്യം. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ? പത്രോസ് പറയുന്നത് എന്താണെന്നറിയാം? ഗോഡ് സെന്റേർഡ് ഗോസ്പലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് എനിക്ക് കിട്ടുന്നതല്ല, ഇത് എന്റെ ബോട്ട് മാറി വേറെ ബോട്ട് വാങ്ങിക്കുന്നതല്ല, ഇത് കുറെ കൂടെ വല വാങ്ങിക്കുന്നതല്ല. പത്രോസിന്റെ റെസ്പോൺസ് നിങ്ങൾ നോക്കൂ. ഞാൻ എന്തോ ഉണ്ടാക്കി പറയുന്നതായിട്ട് ചിന്തിക്കണ്ട, ഇതിവിടെ ഉണ്ട്. നമ്മളത് വായിച്ചാൽ മതി കെയർഫുൾ ആയിട്ട്. എങ്ങനെയാ പത്രോസ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? നോക്കൂ. അതിന്റെ 8ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. When Simon Peter saw this, ഇത് പത്രോസ് കണ്ടപ്പോൾ എന്താ പറയുന്നത്? He fell at Jesus' knees and said, "Go away from me, Lord. I am a sinful man." നാളെ വരില്ല, ഇപ്പോൾ തന്നെ എന്നെ വിട്ടു പോണം. അയ്യോ, അബണ്ടൻസ്. മീന്, നിന്റെ ജീവിതത്തിൽ ഇത്രയും മീന് പിടിച്ചിട്ടുണ്ടോ? ഈ ഇത്ര ശക്തിയുള്ള ഒരു യേശുവിനെ നീ കണ്ടിട്ടുണ്ടോ? ഇതാ ഇന്ന് പറയുന്നതിൽ കൂടുതൽ. നിന്നെ വലിയതാക്കുന്ന യേശു, നിന്റെ പടക് വർദ്ധിപ്പിക്കുന്ന യേശു. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന യങ്സ്റ്റേഴ്സ് പറയും, ഞങ്ങളുടെ പടക് ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾ എന്തിനാ വരുന്നത്? ഞങ്ങൾ യോഗം മുടക്കിയാലും ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, പടകുമുണ്ട്, വലയുണ്ട്, മീനുമുണ്ട്. വൈ വി ഷുഡ് കം ടു ചേർച്ച്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു 40 വർഷം മുമ്പ് ഇത് എല്ലാവരും വരും ചർച്ചിൽ, കാരണം എല്ലാവർക്കും ആവശ്യമുള്ളവന്റെ യേശുവിന്റെ അടുക്കുമെന്ന് പറയും, പടക് തരണേ, വല തരണേ, മീൻ തരണേ. ഇന്ന് മീനിന്റെ കമ്പനി സ്വന്തമായിട്ടുള്ളപ്പോ എന്തിനു വരണം? അത് ഓരോ ആവശ്യത്തിനും, ഓരോ നേരത്തിനും, 3 നേരത്തേന് പകരം 5 നേരം ഭക്ഷിക്കാനുള്ളപ്പം വൈ വി നീഡ് ജീസസ്? വൈ വി നീഡ് ചർച്ച് എനിമോർ? അവിടെ പ്രിയ ദൈവമക്കളെ, ഗോസ്പൽ മാൻ സെന്റേഡ് ആക്കി കളഞ്ഞു. എനിക്ക് കിട്ടും, നിനക്ക് കിട്ടും. പത്രോസിനെ കണ്ടില്ലേ? പത്രോസിന് കിട്ടി. ഇവിടെ പത്രോസ് പറയുന്ന റെസ്പോൺസ് നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഏത് ഗോസ്പലിലാ വിശ്വസിക്കുന്നതെന്നാ ചിന്തിക്കേണ്ടത്. പ്യൂർ ആൻഡ് സിൻസിയർ ഡിവോഷൻ പത്രോസിന്റെ മനസ്സിൽ തോന്നി പറയുക, എന്നെ വിട്ടുപോകണമേ, ഞാൻ പാപിയായിട്ടുള്ള ഒരു മനുഷ്യനാ. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത് പാപബോധം വരിക. ട്രൂ ഗോസ്പലിൽ സംഭവിക്കേണ്ട ഒരു കാര്യം, എനിക്കെന്തോ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കൺവിക്ഷൻ ഓഫ് സിൻ അവിടെ ഉണ്ടാകും. ഇതൊരു ലോങ് ട്രഡീഷന്റെ ഭാഗമാണ് ഈ പത്രോസ്. അബ്രഹാമിന് ഉൽപ്പത്തി പുസ്തകം 18:27 എന്താണെന്നറിയോ ഉണ്ടായത്? അവിടെ എഴുതിയിരിക്കുന്നത്, "Now that I have been so bold as to speak to the Lord, though I am nothing but dust and ashes." അബ്രഹാം പറയുക, nothing but dust and ashes. കാരണം focus is on God.
പുറപ്പാട് പുസ്തകം 3:6 എന്താ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? മോശയോടുള്ള ബന്ധത്തിൽ then he said, I am the God of your father, the God of Abraham, the God of Isaac and God of Jacob. At this Moses hid his face. മോഹം മറച്ചു. കാരണം ഇത് എന്നെ പറ്റി ഞാൻ വലുതാകുന്ന കാര്യമല്ല. Moses hid his face because he was afraid to look at God. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, have we ever had an encounter like this where we looked at Jesus? ഒരു pure and sincere devotion ഓടെ യേശുവിങ്കൽ നോക്കുക. നമ്മുടെ അബണ്ടൻസ് എല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. നാളെയും കൂടെ യേശുവിന്റെ അടുക്ക പോയി ഇത് എങ്ങനെ കൂട്ടാവുന്നുള്ളതല്ല. ഹൈഡിങ് അവർ ഫേസ്, ഗോ അവേ ഫ്രം മീ ലോർഡ്. നമ്മുടെ പാപത്തെ കണ്ടുണരുവാൻ സഹായിക്കുന്ന പ്രസംഗങ്ങൾ, പണക്കൊതി കൂട്ടുന്ന പ്രസംഗമല്ല, പാപത്തെ കണ്ടുണരുവാൻ സഹായിക്കുന്ന പ്രസംഗങ്ങൾ. ഐസയ 6:5 ഐസയ എന്താ പറയുന്നത്? ശരിക്കും ദൈവത്തെ കണ്ടവരുടെ എല്ലാം പ്രതികരണം എന്താ? നാളെയും കൂടെ വരണേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ബി മൈ ഫ്രണ്ട് എന്നാണോ? അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് നോക്കൂ. ഐസയ പറയുന്ന, വോ ടു മീ, he cried, I am ruined, for I am a man of unclean lips. ഉടൻ അവരിൽ ഉണ്ടാകുന്നത് കൺവിക്ഷൻ ഓഫ് സിൻ. നമ്മുടെ ജനറേഷന്റെ ഏറ്റവും വലിയ ഒരു പരാധീനത, one of the biggest drawbacks of our generation is there is no conviction of sin. പുൾപിറ്റിൽ നിന്നും കൺവിക്ഷൻ ഓഫ് സിൻ ഉണ്ടാക്കുന്ന, അതിലേക്ക് വഴിതെളിക്കുന്ന പ്രസംഗങ്ങളല്ല നമ്മൾ കേൾക്കുന്നത്. കൂടുതലും നമ്മൾ കേൾക്കുന്ന തെരഞ്ഞെടുത്ത ദൂതുകളെന്ന ആ ഒരു ഇതിൽ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുക ആൾക്കാരെ എങ്ങനെയാലും ഈ ലോകത്തിലേക്ക് ഇപ്പൊ കോവിഡ് സർവൈവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ആ ഹോപ്പും മോട്ടിവേഷനും ഒരു സൈഡിൽ ഉള്ളപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവത്തിങ്കലേക്ക് തിരിക്കുന്ന സന്ദേശങ്ങൾ. എസെക്കിയേൽ 1:28 യെഹെസ്കേൽ പ്രവാചകൻ എങ്ങനെയാ പ്രതികരിച്ചത്? I fell face down and heard the voice of one speaking. Fell face down. പ്രിയ ദൈവമക്കളെ, ദൈവസഭയിലേക്ക് ദൈവഭയം മടങ്ങി വന്നാൽ, പാപബോധം മടങ്ങി വന്നാൽ, അങ്ങനെ ഒരു ആത്മപ്രവൃത്തി മടങ്ങി വന്നാൽ ആരും പുറകിൽ നിന്ന് തള്ളേണ്ട കാര്യമില്ല. നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ഫ്രണ്ടിൽ കാണും. അതിനാവശ്യം we need to stress the right thing. അല്ലാതെ നീ ഇത് പഠിച്ചാൽ നീ ജോസഫിനെ പോലെ പ്രധാനമന്ത്രി ആകുന്നു, നീ ഇത് പഠിച്ചാൽ നീ ദാവീദിനെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ആയവൻ എന്തിനത് വേണം? അതല്ല ഇവിടുത്തെ എംഫസിസ്. അത് വേറൊരു സുവിശേഷത്തിന്റെ ഒരു സ്കോപ്പിലേക്ക് പോകുന്നു. യഥാർത്ഥ സുവിശേഷത്തിൽ യേശുവിങ്കൽ ഫോക്കസ് വരുമ്പോൾ എന്റെ പാപം കണ്ടുണരുവാൻ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തായി തീരണം എന്നുള്ള ചോദ്യമാ വരേണ്ടത്. ഈ അടുത്ത പ്രധാന ഇത് ആ 11ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ എപ്പിസോഡിൽ വല നിറഞ്ഞു, പടകെല്ലാം നിറഞ്ഞു, വല പൊട്ടാറായി. 11ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? So they pulled their boats up on shore, left everything and followed him. ഇത് എംഫസിസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 5:1-11 വരെന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഇതാ. തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പോലെ അബണ്ടൻസ് കണ്ട ദിവസം യേശുവിനെ അവൻ കണ്ടിട്ട് പറയും, ഇതൊന്നും എനിക്ക് വേണ്ട. He left everything. He followed Jesus. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള മോഡൽസ് ഇല്ലാതാകുന്നതുകൊണ്ടാ നമ്മുടെ അടുത്ത ജനറേഷന് ഒരു വ്യത്യസ്തതയുമില്ല ലോകവുമായിട്ട്. ലോകം ഫോക്കസ് ചെയ്യുന്നതിലേക്ക് നമ്മളും ഫോക്കസ് ചെയ്യുന്നു. അവര് വേറെ ഏതെങ്കിലും ടെമ്പിളിലോ വല്ലതും പോയി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ചർച്ചിലും വരുന്നു. ഫോക്കസ് എല്ലാം ഈ ലോകമാകുന്നു. എന്നാൽ പത്രോസിനെ പോലുള്ള മോഡൽസ് നമ്മുടെ ചർച്ചസിൽ ഉണ്ടെങ്കിൽ, he could have been here, he could have been there, but for Jesus' sake, യേശുവിന്റെ യഥാർത്ഥ ശിഷ്യത്വം വെളിപ്പെടുത്തുന്ന ആൾക്കാർ ദൈവസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ, റൈറ്റ് ഫ്രം പ്രീച്ചേഴ്സ്, ഈ പ്രസംഗകർക്ക് ഉൾപ്പെടെ പറയാനുള്ള ടെസ്റ്റിമണി അബണ്ടൻസിന്റെ ടെസ്റ്റിമണിയാണ്. 30 വർഷം മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയപ്പോൾ സോപ്പ് പോലും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. ബട്ട് നൗ ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹാവ് എവറിഥിങ്. ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ട്രിപ്പ് നടത്തി റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു കൂട്ടിയവർ, വണ്ടി കച്ചവടം നടത്തുന്നവർ, വല്ലാത്തൊരു സ്ഥിതി. എന്തും ചോദിച്ചാൽ എംഫസിസ് മാറി. എംഫസിസ് മുഴുവൻ വേൾഡ്. ഈ ലോകത്തിൽ എങ്ങനെയാലും കുറച്ചുകൂടെ പൈസ, അതിന് യേശു എന്റെ കൂടെ ഉണ്ടെന്നും പറയും.
അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഫെയിലിയർ ആണ്. വി എംഫസൈസ് ദ റോങ് തിങ്. ഡിസൈപ്പിൾസ് വേണമായിരുന്നു ചർച്ചിൽ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ഡെഫിനറ്റ്ലി വൺ അവർ നെക്സ്റ്റ് ജനറേഷൻ. അവർക്ക് റൈറ്റ് എംഫസിസ് കിട്ടിയിരുന്നു. ഈ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടന്റ് ആസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ഓൺ എ പേഴ്സൺസ് ലൈഫ്. അത് എംഫസിസ് ചെയ്യാതെ പോയി. പൗലോസിന്റെ ജീവിതം ഞാൻ വേഗത്തിൽ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം. ഈ എൻകൗണ്ടർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന് ചോദിച്ചാൽ, ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ 3 അധ്യായങ്ങളാണ് അതിനുവേണ്ടി വേർതിരിക്കുന്നത്. ചാപ്റ്റർ 9-ഉം ചാപ്റ്റർ 22-ഉം ചാപ്റ്റർ 26-ഉം ഒരേ എൻകൗണ്ടറിന്റെ അക്കൗണ്ട് ആവർത്തിക്കുക. അവിടെയും ആ യഥാർത്ഥ ഗോസ്പൽ ഹിറ്റ് ചെയ്യുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 5:11 നമ്മൾ കണ്ടു, ഹി ലെഫ്റ്റ് എവറിത്തിങ്. കാരണം യേശുവിനെ കണ്ടു. പ്യുവർ ഡിവോഷൻ കൊണ്ട് ഹി ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഫോളോഡ്. ഇവിടെ എന്താ കാണുന്നത്? ഈ 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും ഈ 3 അധ്യായങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ വേഗത്തിൽ കാണിപ്പാൻ പോകുക. ബിക്കോസ് ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. CA-യിലുള്ള Christ Ambassadors members ആയിട്ടുള്ള my dear brothers and sisters, all of you, please look at it. This is very important. In all the 3 chapters of Paul's encounter in Acts, there is something very unique that you see there. എന്താന്ന് ചോദിച്ചാൽ, look at chapter 9 verse 7. ആദ്യ 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. The men traveling with Saul, പൗലോസിന്റെ കൂടെ ശൗലിന്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. Stood there speechless. They heard the sound but did not see anyone. എന്താ ലൂക്കോസ് ഇങ്ങനെ പറയുന്നേ? They heard the sound. ആര്? പൗലോസിന്റെ കൂടെ ഉള്ളവർ, ശൗലിന്റെ കൂടെ ഉള്ളവർ. They heard the sound but they did not see anyone. എന്ന് പറഞ്ഞാൽ they missed something. ഇതേ കാര്യം തന്നെ 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, 22-ൽ വരുമ്പോൾ നോക്കൂ. ചാപ്റ്റർ 22 verse 9. My companions saw the light. അവരെന്തോ കണ്ടു, but they did not understand the voice. എന്താ ഇവിടെ ലൂക്കോസ് ഈ എഴുത്തുകളിലൂടെ പറയുന്നേ? They missed something. അങ്ങനെയല്ലേ? ആദ്യം തന്നെ they heard the sound but did not see. അവര് കണ്ടില്ല. 9-ാമത്തെ അധ്യായത്തിൽ they heard the sound but they did not see. 22-ൽ പറയുന്നു they saw the light but they did not understand. 26-നും കൂടെ നോക്കിയേ. 26-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. We all fell to the ground. I heard a voice saying. മറ്റുള്ളവർ അത് കേട്ടില്ല. ഇതെന്താണെന്നറിയാമോ ഈ ഇവിടെ കാണിക്കുന്നത്? We fell to the ground. I heard a voice. They saw the light but they did not understand. They heard the sound but they did not see. എന്താ ചോദിച്ചാൽ, എൻകൗണ്ടർ ഈസ് സപ്പോസ് ടു ബി പേഴ്സണൽ. സുവിശേഷം ഓരോരുത്തരെയും വ്യക്തിപരമായി തൊടേണ്ടതാണ്. നമ്മുടെ പെന്റക്കോസ്റ്റൽ ചേർച്ചസിൽ പൊതുവെ കാണുന്നത് 3rd ജനറേഷനും 4th ജനറേഷനും ഒക്കെ ആവുമ്പോ പേരൻസ് ഹാഡ് എൻകൗണ്ടർ. പക്ഷെ കമ്പാനിയൻസ് വീണ പോലെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വീണു എന്നുള്ളതേ ഉള്ളൂ. They did not see anything. They did not understand anything. അവിടാണ് പ്രിയ ദൈവമക്കളെ, എന്റെ CA മെമ്പേഴ്സ് ആയിട്ടുള്ളവരെ, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്നത്തെ ഈ ദിവസം just evaluate your own life, whether you had an encounter with God that you can never forget. 10 വർഷം കഴിഞ്ഞിട്ട്, 20 വർഷം കഴിഞ്ഞിട്ട്, പൗലോസിന്റെ ജീവിതത്തിൽ എത്രയോ വർഷം കഴിഞ്ഞിട്ട് പറയാ, I still remember that day. ഇതുപോലെ ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ചിലപ്പോൾ എൻകൗണ്ടർ ഉണ്ടായി കാണും. എൻകൗണ്ടർ ഉണ്ടായെങ്കിലും റൈറ്റ് കാര്യങ്ങൾ എംഫസിസ് ചെയ്തോ എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ എൻകൗണ്ടർ കുറഞ്ഞിരിക്കുന്നു. എല്ലാം കേട്ടു, എവിടെയോ കേട്ടു, കുറെ ഡൗട്ട്സ് ഉണ്ടായി, യേശുവിനെ അനുഭവിക്കാൻ ഒക്കാതെ. പൗലോസ് പറയുന്ന എല്ലാരും കൂടെ വീണു, പക്ഷെ ഞാനേ കണ്ടുള്ളൂ, ഞാനേ കേട്ടുള്ളൂ, എന്നെയാ വിളിച്ചത്. ആ ഒരു ഇൻഡിവിജ്വൽ എലമെന്റ് ഇൻ ആൻ എൻകൗണ്ടർ. എന്നിട്ട് എന്താണെന്നറിയാമോ ഇവിടുത്തെ പ്രധാനമായി കാണുന്ന ഒരു കാര്യം? എന്തിനാ പൗലോസ് ഈ ദമസ്കോസിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, 9:2, 9-ാം അധ്യായം 2, 9-ാം അധ്യായം 14, 9-ാം അധ്യായം 21, ഈ 3 വാക്യങ്ങളിൽ കാണുന്നത് അവിടെ പോയി അറസ്റ്റ് ചെയ്യാൻ പോയതാ. He went to bind people. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ സുവിശേഷത്തിന്റെ ശക്തി ആ ഡെമസ്കോസിലെ എൻകൗണ്ടറിൽ വ്യക്തിപരമായി നടന്നപ്പോ, 9-ാം അധ്യായം 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം.
ബൈൻഡ് ചെയ്യാൻ പോയ ആള് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് 9:8. Saul got up from the ground, but when he opened his eyes, he could see nothing. So they led him by the hand into Damascus. The person who went to bind people is finally bound by the love of Christ. ഇതാ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ coming under the lordship of Jesus. സ്വന്തമായി ഇനി തീരുമാനം എടുക്കാൻ ഒക്കുന്നില്ല. Let your will be done. ആരെ കല്യാണം കഴിക്കണം? Let your will be done. ഏത് കോഴ്സ് പഠിക്കണം ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡ്? Let your will be done. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലർ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? ചിലര് they will hear the call of God. അവർ പറയും I want to serve the Lord. ഞാനൊരു യൂത്ത് മീറ്റിങ്ങിന് ഈ കഴിഞ്ഞ ഡിസംബറിൽ പോയത് ഓർക്കുകയാണ്. അവിടെ ഇങ്ങനെയുള്ള let your will be done എന്ന എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും അവരെ കൊണ്ട് പറയിപ്പിച്ചു. You pray from your heart, sincerely pray. Come under the lordship of Jesus. It's not about you, it's about Jesus. Jesus has a plan for you. എല്ലാം പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 4-5 പേര് ഫ്രണ്ടിലേക്ക് വന്നു. സ്പെഷ്യലി അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We want to go to Bible college. We want to serve the Lord. എന്തോ സംഭവിച്ചെന്നറിയാം. അത് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ആ ക്യാമ്പ് നടത്തിയ സംഘാടകർ എന്നെ വിളിച്ചു. പാസ്റ്ററെ വലിയ പ്രശ്നമായി തീർന്നു. സന്ദേശമൊന്നും അല്ല പ്രശ്നം, ആ 4 പേര് സമർപ്പിച്ചവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. വീട്ടുകാര് ക്യാമ്പ് ഓർഗനൈസറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിനല്ല ഞങ്ങൾ പിള്ളേരെ വിട്ടത്. ഞങ്ങൾ പിള്ളേരെ വിട്ടതൊന്നും നന്നാകാരാ. ഞങ്ങൾ പിള്ളേരെ വിട്ടത് അവരെല്ലാം കൂടെ ബൈബിൾ കോളേജിൽ പോകാനല്ല. എങ്ങനെ ഉണ്ട്? കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കുന്നത് പിള്ളേരൊന്ന് നന്നായി കിട്ടിയാൽ മതി. ഇപ്പൊ മുമ്പേ നമ്മൾ കേട്ട പോലെ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം ഒക്കെ ഒന്ന് കുറഞ്ഞ് അവരൊരു നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കട്ടെ. അവർ ശരിക്കും പൈസ ഒക്കെ ഉണ്ടാക്കി യേശു അവരെ സഹായിച്ച് അവർ ജീവിക്കട്ടെ. അപ്പോഴാണ് ഈ പൗലോസിനെ പോലെ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോ പറയുന്നത് നോ നോ നോ, all the things of this world is going strangely dim. I am looking at Jesus. I am looking at his face. എനിക്ക് പറയാനുള്ളത് എന്റെ പാപത്തെ ഞാൻ കണ്ടുണരുന്നു. I want to serve God. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാനൊക്കാത്തൊരു സമൂഹം. ചിന്തിക്കൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എത്രയോ പാസ്റ്റേഴ്സിന്റെ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? They want to serve the Lord, പക്ഷേ സമ്മതിക്കത്തില്ല. ആര്? ഓൺ ഫാദർ. എന്താന്ന് ചോദിച്ചാൽ we are emphasizing wrong things. ഇറങ്ങിയവര് പോലും ചിന്തിക്കുന്നത് എനിക്ക് അബദ്ധം പറ്റി, എന്റെ കുഞ്ഞിന് ഇത് പറ്റരുത്, എന്റെ കുഞ്ഞിന് ഈ അബദ്ധം പറ്റരുത്. ഏത് അബദ്ധം? To preach God's word. കാരണം ഒരു മാൻ സെന്റേർഡ് ഗോസ്പലാണ് പലപ്പോഴും കേൾക്കുന്നത്. അവിടെ നിന്നും ഇന്നത്തെ ഈ ദിവസം മേ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു. ഈ 45 മിനിറ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ ടോപ്പ് ഓഫ് ദ ഹെഡിൽ നിന്ന് വന്ന ചില ചിന്തകളാണ്. ബട്ട് ഇത് ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. 1-2 സിസ്റ്റമാറ്റിക് സ്റ്റഡി ചെയ്ത വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ നിങ്ങൾ അത് കേൾക്കണമേ. ഗോഡ് സെന്റേർഡ് ഗോസ്പൽ, മാൻ സെന്റേർഡ് ഗോസ്പൽ. കാരണം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. എന്താ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്? ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി കിട്ടുന്ന കാര്യമാണോ? എന്റെ രോഗസൗഖ്യം, എന്റെ വീട്, ഞാൻ എന്തോ ആയി തീരും, അതോ ദൈവത്തിന് ഞാൻ എന്തായി തീരാം? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സംഭവം കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. God is more concerned about his kingdom than our comforts. മാൻ സെന്റേർഡ് ഗോസ്പലിൽ അത് ഒരിക്കലും കേൾക്കത്തില്ല. മാൻ സെന്റേർഡ് ഗോസ്പലിൽ കേൾക്കുന്നത് ഗോഡ് ഈസ് കൺസേൺഡ് അബൌട്ട് മൈ കംഫർട്ട്. എന്നെ കംഫർട്ടബിൾ ആക്കണം. പൗലോസിനെ കംഫർട്ടബിൾ ആക്കുന്ന യേശു. പത്രോസേ, ഇതുവരെ കാണാത്ത പോലെ മീൻ കണ്ടില്ലേ? ബി കംഫർട്ടബിൾ. ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു. ഐ വിൽ മേക്ക് യുവർ ലൈഫ് കംഫർട്ടബിൾ. അതാ മാൻ സെന്റേർഡ് ഗോസ്പലിന്റെ ഒരു വൺ ഓഫ് ദ മേജർ സൈൻസ്. പക്ഷെ ഗോഡ് സെന്റേർഡ് ഗോസ്പലിൽ വരുന്നത് എന്താണെന്നറിയാമോ? God is far more concerned about his kingdom than your comfort or my comfort. ഇത് കേൾക്കുന്നേ ഇല്ല പുൾപിറ്റിൽ നിന്ന്. കാരണം പൗലോസിനും പത്രോസിനും കംഫർട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്, ലഭിക്കുകയല്ല ചെയ്തത്. അവര് റൈറ്റ് ഗോസ്പലാ വിശ്വസിച്ചത്. അവര് പ്യോർ ഡിവോഷൻ ഉണ്ടായിരുന്നു. അവസാന കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 26:6. ഇത് മത്തായിലും ഉണ്ട് ഈ സംഭവം, മർക്കോസിലും ഉണ്ട്, ലൂക്കോസിലും ഉണ്ട്. സമയം പോലെ വായിക്കൂ. അവിടെ കാണുന്ന 26:6 യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറച്ചൊരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്കൽ വന്നു. എന്തോ ചെയ്തു? അടുക്കൽ വന്നിട്ട് അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു.
ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. കാരണം ശിഷ്യന്മാരുടെ പലരുടെ അകത്തിരിക്കുന്നത് മാൻ സെന്റേർഡ് ഗാസ്പൽ. അവർ മുഷിയ. അവർ ചോദിക്കുന്നത് വാട്ട് എ വേസ്റ്റ്, വാട്ട് എ വേസ്റ്റ്. ഇന്ന് നമ്മള് ആരുടെയിലേലും ഈ പാസേജ് കൊടുത്തിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ചിലപ്പം എംഫസിസ് ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും എന്നറിയാമോ? വെങ്കൽ ഭരണി കൂട്ടുന്ന യേശു. ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ചാൽ 10 വെങ്കൽ ഭരണി നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന യേശു. നോക്കിയേ, കിടപ്പ് കണ്ടോ? അപ്പോഴാണ് അതിനകത്തുനിന്ന് വരുന്ന പാട്ടാണ്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. വാട്ട് ആർ വി സിംഗിങ്? പൗലോസിന് ബാധ്യതയായോ കടക്കാരനായോ? പത്രോസിന് കടക്കാരനായോ ബാധ്യതയായോ? എന്തായി പാടുന്നേ? പാടുന്നതെന്ന് പറഞ്ഞാൽ ഇതല്ലേ എന്നെ കേന്ദ്രീകരിച്ച. ഞാൻ ഇറങ്ങി, ഇനി എനിക്ക് കംഫർട്ട് പറ്റിയാലേ ഒക്കത്തു. പൗലോസിന് ഈ പാട്ട് പാടാൻ ഒക്കുമോ? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ അവനാർക്കും കടക്കാരനല്ല, ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദവൻ തണ്ണി, നീറോയുടെ വാളാൽ ശിരച്ഛേദം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവനാർക്കും ബാധ്യതയല്ല. പാടുവോ? പക്ഷെ അടുത്ത വരി പാടും, അവനൊപ്പം പറയാൻ ആരുമില്ല, അത് പാടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്, അതാ പാടുന്നത്. പത്രോസ് തലകീഴായി ക്രൂശിക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറാകുമ്പോ തലകീഴായി ക്രൂശിച്ചുകൊണ്ട് പാടുന്നത് അവനാർക്കും ബാധ്യതയല്ല, അതല്ല. പത്രോസ് പാടാൻ പോകുന്നത് അവനൊപ്പം പറയാൻ ആരുമില്ല. അന്നത്തെ ദിവസം ഞാൻ കണ്ടതാ, ആ തേജസ് ഞാൻ കണ്ടതാ. ഞാൻ ആ മുമ്പിൽ നിന്ന് പാപബോധം ഉണ്ടായതാ. അന്ന് എന്റെ ലൈഫിനെ ഞാൻ ഉപേക്ഷിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞതാ, യു ആർ ലോർഡ്, നോട്ട് ജസ്റ്റ് മാസ്റ്റർ, യു ആർ ലോർഡ്, ഐ എം കമ്മിങ് അണ്ടർ യുവർ ലോർഡ്ഷിപ്പ്. ചിന്തിക്കൂ ദൈവമക്കളെ, നമ്മൾ വേറെ എന്തോ കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മാത്രം ഞാൻ പറയട്ടെ. അതിൽ കൂടുതലും പഴയ നിയമത്തിലെ നറേറ്റീവ്സിനെ ആസ്പദമാക്കി ആ ഒരു ഫിസിക്കൽ കിങ്ഡത്തിൽ ദൈവം ചെയ്തത് ഈ പുതിയ നിയമ അപ്പോസ്തലന്മാരെല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശമാണ്. ഇവിടെ ഈ വെങ്കൽ ഭരണി വാങ്ങിച്ചു കൂട്ടുന്ന കാര്യമാണോ, അതോ അവസാനം 13-ാം വാക്യം വായിച്ചിട്ട് വി വിൽ ക്ലോസ്? എന്താണെന്നറിയോ യേശു പറയുന്നത്? ലോകത്തിലെങ്ങും നമ്മുടെ വിഷയം എന്താ? മാൻ സെന്റേർഡ് ഗോസ്പിൾ ആണോ ഗോഡ് സെന്റേർഡ് ഗോസ്പിൾ ആണോ കേൾക്കുന്നത്, ചിന്തിക്കുന്നത്? ആ 13-ാം വാക്യം നോക്കിയേ. ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം, ഏത് സുവിശേഷം? ഗോഡ് സെന്റേർഡ് ഗോസ്പൽ പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും. അവൾ എന്താ ചെയ്തത്? ഈ വലിയ വിലേറിയ വെങ്കൽ ഭരണി പരിമള തൈലം പൊട്ടിച്ചൊഴിച്ചത്, ആ കാര്യം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സുവിശേഷവും ഇവളുടെ ഈ പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താ? യേശു എന്തുകൊണ്ടാ പറയുന്നത് ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം, wherever God centered gospel is preached, ഈ സ്റ്റോറിയും ഓർത്തോണമെന്ന്? കാരണം എന്താ? God centered gospel should bring us here. ഇവിടെ കൊണ്ടുവരേണ്ടത്. വെങ്കൽ ഭരണി പൊട്ടിക്കുന്നതാണ് ഗോഡ് സെന്റേർഡ് ഗോസ്പൽ. പടക് ഉപേക്ഷിപ്പിക്കുന്നതാണ് ഗോഡ് സെന്റേർഡ് ഗോസ്പൽ. പത്രോസിനെ പോലെ ലാഭമായിരുന്നത് ഛേദമെന്ന് എണ്ണുന്നതാണ് ഗോഡ് സെന്റേർഡ് ഗോസ്പൽ. മാൻ സെന്റേർഡ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെല്ലാം കിട്ടുന്നത്, വെങ്കൽ ഭരണി കൂട്ടുന്നത്, പടക് കൂട്ടുന്നത്. പിടിക്കപ്പെട്ടു. ഈ കൊറോണ വൈറസിനെ കാട്ടിൽ ഡേഞ്ചറസ് ആയ വൈറസ് പുൾപിറ്റ്സിൽ വന്നു. ആ പുൾപിറ്റിൽ നിന്ന് ഇതൊന്നും മനസ്സിലാക്കാൻ പോലും അറിയാതെ ഒരു സമൂഹം ഉണ്ടായപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് ജീസസ് ടു ബിക്കം റിച്ച്. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ എല്ലാം മറുപടി എനിക്ക് ഇന്നേ ഉണ്ട്. അവര് അംബാനിയെയോ യൂസഫ് അലിയെയോ നോക്കിയപ്പോ പറഞ്ഞു, യാ ഹി ഈസ് സ്മാർട്ടർ ദാൻ ഓൾ ദിസ്. ഏത് ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് യൂസഫ് അലിക്കോ അംബാനിക്കോ കിട്ടിയത് ഇതെല്ലാം? യു ഡോണ്ട് നീഡ് ജീസസ് ടു ബിക്കം റിച്ച്. ഈ ലോകത്തിൽ യേശു ഇല്ലെങ്കിലും പണം ഉണ്ടാക്കാം. അതിന്റെ ഉത്തമ മാതൃകയാണ് രണ്ട് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള യൂസഫ് അലിയും അംബാനിയും. ദൈവമായിട്ട് അവരെ വെച്ചേക്കായിരിക്കും ചിലപ്പോൾ. നമ്മൾ മനസ്സിലാക്കാൻ, യു ഡോണ്ട് നീഡ് ജീസസ് ടു ബിക്കം റിച്ച്, ബട്ട് യു റിയലി നീഡ് ജീസസ് ടു ലീവ് നെറ്റ്സ്, ടു ലീവ് ബോട്ട്സ്. യു ഹാവ് ടു സീ ഹിം ഫോർ ഓൾ ഹിസ് വർത്ത്. യേശുവിനെ ഉണ്ടെങ്കിലേ ഈ വിലേറിയ വെങ്കൽ ഭരണി ഉടയ്ക്കാൻ ഒക്കത്തു. യേശു ഇല്ലാത്തവർക്ക് ഈ വെങ്കൽ ഭരണി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷേ മാൻ സെന്റേർഡ് ഗോസ്പലിൽ നിന്നും ഗോഡ് സെന്റേർഡ് ഗോസ്പലിൽ വരുമ്പോൾ all of a sudden when we turn our eyes upon Jesus, ആ യേശുവിന്റെ മുഖശോഭയിലേക്ക് നോക്കുമ്പോൾ, സുവിശേഷത്തിലൂടെ നടക്കേണ്ട അതാ. പാപബോധവും
യേശുവുമായിട്ടുള്ള പ്യൂർ സിൻസിയർ ഡിവോഷൻ. അവിടെ ഞാൻ വളരെ ആ ദൈവത്തിന്റെ പദ്ധതിയിലെ ഒരു കൊച്ചു പ്ലെയർ മാത്രമാകുകയാണ് ഞാൻ. അല്ലാതെ ഫോർ ഗോഡ് സോ ലവ് ജോ അല്ല, ഗോഡ് ലവ്സ് ദ വേൾഡ്. ആ വേൾഡിനെ റീച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തോ ചെയ്യാം. അതാ അവിടുത്തെ ചിന്ത. മേ ഗോഡ് റിച്ച്ലി ബ്ലെസ് യു വിത്ത് ദീസ് തോട്ട്സ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ആ സുവിശേഷം, ഉൽപ്പത്തി പുസ്തകം 3 മുഴങ്ങിയ സുവിശേഷമല്ല, നീ മരിക്കയില്ല, നീ വലുതാകും, നീ ദൈവത്തെ പോലെ ആകും. ആ ഡെവിൾസ് ഗോസ്പൽ അല്ല, ഗോഡ്സ് ഗോസ്പൽ. ഐ വിൽ സേവ് യു ഫ്രം യുവർ സിൻ. ഈ ലോകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാം, പാപത്തിൽ നിന്നും രക്ഷിക്കാം. ആ ഒരു സുവിശേഷത്തിലേക്ക് വരുവാൻ കർത്താവ് കൃപ നൽകട്ടെ.